ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചന്ദ്രിക എന്നോട് പറയാതിരുന്നപ്പോ ഞാൻ കരുതി വല്ല ഒളിച്ചോടിയോ മറ്റോ ഉള്ള കല്യാണം ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് കുറച്ച് കടുത്ത കൈയായിപ്പോയി ജഗ. താലി കെട്ടി ബ്ലാക്ക് മെയിലിംഗ്. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും നീ എന്താ ചന്ദ്രികെ എന്നെ ഒന്നറിയിക്കാഞ്ഞേ? നിനക്ക് അത്രയ്ക്ക് അന്യായിപ്പോയോ ഞാൻ? ജാതകദോഷം മൂലം കല്യാണം മുടങ്ങിപ്പോകുന്ന മകള് ആര് കെട്ടിയതാണ് എന്ന് പോലും അറിയാത്ത ഒരു താലിയുമായി നടക്കുമ്പോ ഏതൊരമ്മയുടെയും മനസ്സ് മരവിച്ചു പോയില്ലേ ഊർമിളെ? ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. ആരെയും വിളിക്കാനോ പറയാനോ വയ്യാത്ത അവസ്ഥ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചന്ദ്രികെ. നിന്റെ അവസ്ഥ അതായിരുന്നെങ്കിൽ ആര് കെട്ടിയ താലിയാണെന്ന് പോലും അറിയാതെ ഒരു താലിയും ചുമന്ന് നടന്ന വന്ദനമോളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അച്ഛൻ തിരക്കുന്നുണ്ട്. ആ ചന്ദ്രികെ പോയിട്ട് വാ. ചായ. ആഹാ, നല്ല ചായ. കൃത്യമായ കടുപ്പും പാകത്തിനുള്ള മധുരവും. കല്യാണം കഴിഞ്ഞു പോയിട്ട് അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് മോളെ? ആന്റി, അവിടെ പൂജ തുടങ്ങി. എല്ലാവരും തിരക്കുന്നുണ്ട്. മോള് ആന്റി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ജഗന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാ മോളോട്? നല്ല സ്നേഹമാണോ? അയ്യോ, ഞാൻ അച്ഛമ്മയ്ക്ക് ചായ കൊടുത്തില്ല. ഞാനിതേ ഇപ്പൊ വരാം. അവിടെ നിൽക്ക. നിന്നേക്കാളും 10-20 കൊല്ലം ഈ ലോകം കണ്ടതിന്റെ അനുഭവ സമ്പത്തുണ്ട് ഈ ഊർമിളാന്റിക്ക്. നീ എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക. പറയ്, എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ല ആന്റി. നീ ജഗന്റെ അരികിൽ നിൽക്കുമ്പോ ഭാര്യ ഭർത്താവിന്റെ അരികിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു താളമില്ല. എന്താ മോളെ നീ ഇപ്പോഴും? ആന്റി, എനിക്കിപ്പോഴും ജഗനെ ഭർത്താവായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞെന്റെ കല്യാണ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ ഊർമിള ആന്റി. ഒരു പെണ്ണറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ എങ്ങനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റും? ആന്റി തന്നെ പറ. മോളെ, മോള് പറയുന്നതിനെ ആന്റി എതിർക്കുകയാണെന്ന് വിചാരിക്കരുത്. ജഗൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിന്റെ പണമോ പദവിയോ മോഹിച്ചിട്ടല്ല. നിന്നെ അവൻ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടാ. ഏത് വിധേനയും നിന്നെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്ര. അങ്ങനെയുള്ള അവനെ ഭർത്താവായി നീ അംഗീകരിക്കണം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ സ്ഥിതിക്കും വീട്ടുകാര് ജഗനെ അംഗീകരിച്ച സ്ഥിതിക്കും ഞാനൊരു ഭാര്യയുടെ വേഷം കെട്ടുന്നുണ്ടല്ലോ ഊർമിള ആന്റി. ചായമിട്ടാടി പൂർത്തിയാക്കാൻ പറ്റാത്തതാണ് മോളെ ജീവിതം. നീ ജഗനെ ഭർത്താവായി കണ്ട് ഇനി സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങണം. തുടങ്ങിയേ പറ്റൂ. ഞാൻ അറിയുന്ന ജഗൻ നല്ലവനാ. ആരെയും സ്നേഹിക്കാൻ മനസ്സുള്ളവനാ. എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനാ. അങ്ങനെയുള്ള ജഗന് അവൻ ഇഷ്ടപ്പെട്ട് താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആണോ പാട്? അവൻ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സ്നേഹിക്കാനും നിന്റെ സ്നേഹം അവന് തിരികെ കിട്ടാനും വേണ്ടി മാത്രമായിരിക്കും. നീ അത് മനസ്സിലാക്കണം മോളെ. ജീവിതം ഒന്നേ ഉള്ളൂ.
പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൂടിയുള്ളതാ. വെറുതെ പരസ്പരം പഴിചാരി ജീവിച്ചിങ്ങനെ തീർക്കാനുള്ളതൊന്നും അല്ല. സ്നേഹിക്കുക, സന്തോഷിപ്പിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങൾക്കിനി കിട്ടും. പതിയെ പതിയെ എല്ലാം ശരിയായിട്ട് വരും മോളെ. മോളെ, ജഗനോട് എനിക്കൊന്ന് സംസാരിക്കണം. നീ അവനോട് ഒന്ന് വരാൻ പറയോ? ശരി ആന്റി. ഹലോ. ഞാൻ ഇന്ന് തന്നെ പോകും. വൈകിട്ട് 7 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. ഒരു 10 ഡേയ്സ്. ഞാനിപ്പോ ഒരു ഫംഗ്ഷനിലാ. തിരിച്ചു പോകുന്ന വഴി ഞാൻ വിളിക്കാം. ഓക്കെ. ആന്റി, ജഗ, ഊർമിളാന്റി എന്നെ തിരക്കിന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളുടെ കല്യാണ കഥകളൊക്കെ അറിഞ്ഞു. വന്ദനയുടെ കല്യാണത്തെക്കുറിച്ച് ചന്ദ്രിക എന്നോട് പറയാതിരുന്നപ്പോ ഞാൻ കരുതി വല്ല ഒളിച്ചോടിയോ മറ്റോ ഉള്ള കല്യാണം ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് കുറച്ച് കടുത്ത കൈയായിപ്പോയി ജഗ. താലി കെട്ടി ബ്ലാക്ക് മെയിലിംഗ്. അതങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തൻ സ്വന്തമാക്കി താലി കെട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോഴേ എന്റെ മനസ്സൊന്ന് പിടച്ചു. ദൈവം വിധിച്ചത് അതാണെന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു മാറിയതാ. താലിപൂജ നടക്കുന്ന സമയത്ത് എനിക്കത് കണ്ടു നിൽക്കാനായില്ല. എല്ലാവരുടെയും മുന്നിൽ നിന്നും എന്നേക്കുമായിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനായി അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാ. മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെയും കൺമുമ്പിൽ പെടാതെ ദൂരെ എവിടേക്കെങ്കിലും എങ്ങോട്ടെങ്കിലും പോവുക.